ഹായ് ഗേൾസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളൊരു ട്രിപ്പ് പോവുകയാണ്. ട്രിപ്പ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് മുട്ടയടിക്കാൻ പോവുകയാണ്. മുട്ടയടിക്കാൻ എങ്ങോട്ടാണെന്ന് അറിയേണ്ടി ഗേൾസ്, നമ്മൾ നേരെ പളനിയിലോട്ടാണ് പോകുന്നത്. പളനിയിലാണ് നമ്മൾ മുട്ടയടിക്കാൻ നേർച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പളനിയിൽ പോണ വഴിക്ക് നമ്മൾ ട്രിവാൻഡ്രത്തെ പഴവങ്ങാടിയിലും പിന്നെ കുമാരകോവിലും പോണ വഴിക്കുള്ള അമ്പലങ്ങളെല്ലാം തൊഴുത് നമ്മൾ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും തിരിക്കാൻ പോവുകയാണ്. കാറിലാണ് പോകുന്നത്. നമ്മൾ വെളുപ്പിന് 4 മണിയായപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പഴവങ്ങാടിയിൽ വന്ന് തേങ്ങയൊക്കെ അടിച്ചിട്ട് നേരെ കുമാരകോവിലോട്ട് വെച്ച് പിടിച്ചു. കുമാരകോവിലും തൊഴുത് നമ്മൾ നേരെ നമ്മുടെ ശിവാലയോട്ടത്തിൻ്റെ 8ാമത്തെ അമ്പലമായ നമ്മുടെ മേലാങ്കോട് അമ്പലത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. മേലാങ്കോടും തൊഴുത് നമ്മൾ നേരെ പളനിയിലോട്ട് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെയാണ് ഇനി നിങ്ങൾ കാണുന്നത്. അങ്ങനെ പളനി ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ പളനിയിലാണ് സ്റ്റേ ചെയ്യുന്നത്. നമ്മൾ വൈകുന്നേരം ആയപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് മുട്ട അടിക്കാൻ കയറി പളനി ടെമ്പിൾ തൊഴാനും പോവുകയാണ്. മുട്ട അടിച്ചിട്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് തൊഴാൻ പോകുന്നത്. പിന്നെ എനിക്ക് മുട്ട അടിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ കയറ്റിയപ്പോൾ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നേ. അങ്ങനെ നോക്കിയപ്പോൾ കാണാൻ മിക്ക പാരൻസും കാർട്ടൂണൊക്കെ ഇട്ടെടുത്ത് അങ്ങനെയാണ് മുട്ട അടിക്കാൻ വേണ്ടി ഇരുത്തിയിരിക്കുന്നത്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ കാണാം എൻ്റെ കുഞ്ഞുങ്ങൾ എന്താണെങ്കിലും കാർട്ടൂണൊക്കെ കാണും. കാർട്ടൂൺ കാണുമ്പോഴാണ് കണ്ടാണ് ആഹാരം കഴിക്കണത് ഒക്കെ ചെയ്യണത്. അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ വേറെ വഴിയില്ല. തലയൊക്കെ മുറിയാതെ മുട്ട അടിക്കണമെന്നുണ്ടെങ്കിൽ ഇതേ ഉള്ളൂ വഴി. അങ്ങനെ നമ്മൾ കാർട്ടൂൺ ഇട്ട് അങ്ങനെ അപ്പൂപ്പൻ്റെ മടിയിൽ മോനിരിക്കുകയാണ്. പിന്നെ മോളും അതുപോലെ നമ്മൾ കാർട്ടൂൺ ഇട്ട് കൊടുത്താണ് രണ്ടുപേരുടെയും മുട്ട അടിച്ചത്. തലയൊന്നും മുറിയാവുമെന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മുരുകനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അങ്ങനെ ഫൈനലി ഒരു പ്രശ്നമില്ലാതെ ഒരു കുഴപ്പമില്ലാതെ എല്ലാം നല്ലപടിയായിട്ട് നടന്നു കിട്ടി. അങ്ങനെ നമ്മൾ നേരെ മുട്ട അടിച്ചിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് നേരെ നമ്മൾ അമ്പലത്തിലോട്ട് തൊഴാൻ പോവുകയാണ്. പിന്നെ അമ്പലത്തിനകത്തോട്ട് മൊബൈൽ ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. മുമ്പ് മൊബൈൽ ഫോണൊക്കെ കൊണ്ട് കയറാറുണ്ട്. ഇപ്പം അങ്ങനെ കൊണ്ട് കയറാൻ പറ്റത്തില്ല, ഫുൾ ചെക്കിംഗ് ആണ്. അങ്ങനെ നമ്മൾ അമ്പലം തൊഴുതിറങ്ങിയിട്ടുള്ള അമ്പലത്തിൻ്റെ ആ ഒരു നൈറ്റ് വൈബും ഒക്കെയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഈ വീഡിയോയിലൂടെ. അങ്ങനെ ഇനി അടുത്ത് നമ്മൾ നേരം വെളുക്കുമ്പോഴത്തേക്ക് മധുരയിലോട്ട് പോണ വഴിക്കാണ് നമ്മൾ തിരുപ്രകുണ്ട്രം എന്ന് പറയുന്ന ഒരു ടെമ്പിളിൽ നമ്മൾ പോയത്. അത് മുരുകൻ ടെമ്പിളാണിത്. ഈ അമ്പലം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഈ ടെമ്പിളിനകത്തുള്ള ഒരു വൈബ്, അതിനകത്തുള്ളൊരു ആംബിയൻസ് ഒക്കെ ഒരു കാം ആൻഡ് ക്വയറ്റാണ്, ഒരു റിലാക്സാണ് നമുക്ക് ഈ അമ്പലത്തിനകത്ത് കയറുമ്പോൾ കിട്ടുന്നത്. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഒരു അമ്പലം. പിന്നെ പാറ തുറന്ന് അങ്ങനെയാണ് ഈ ഒരു അമ്പലം ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഈ ഒരു അമ്പലത്തിൻ്റെ ആ ഫ്രണ്ട് എൻട്രൻസും ആ ഒരു ഗോപുരവും ഒക്കെയാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. പിന്നെ നമ്മൾ നേരെ മധുരയിലെത്തി. മധുരയിലാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. എന്നിട്ടും നമ്മൾ മധുര ടെമ്പിളിലും തൊഴുതിട്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഷോപ്പിങ്ങിന് ഇറങ്ങിയപ്പോൾ ആ ഒരു വീഡിയോസാണ് നിങ്ങളീ കാണുന്നത്. മധുര ഷോപ്പിംഗ് വൈബാണ് നിങ്ങളീ കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് നമ്മൾ നേരെ മുന്തിരിപ്പാടത്തോട്ട് വെച്ച് പിടിച്ച തേനി കമ്പം മുന്തിരിപ്പാടത്തിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. മുന്തിരിപ്പാടം കാണാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഗൈസ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നമ്മൾ ഒത്തിരി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളും അതുപോലെ എൻജോയ് ചെയ്തായിരുന്നു. പിന്നെ മുന്തിരിപ്പാടത്ത് കയറുമ്പോൾ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ ആളും ഇരിക്കുന്നുണ്ട്, മുന്തിരി പറിക്കാൻ പാടില്ല, കാരണം പറിച്ചു കഴിഞ്ഞാൽ 500 രൂപ ഫൈന് കൊടുക്കണമെന്നാണ് അവർ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ആ ഒരു ബോർഡാണ് ആ കാണുന്നത്. പിന്നെ ആ ഒരു മുന്തിരിപ്പാടത്തിനകത്തുള്ള ആ ഒരു വൈബാണ് ഒരു രക്ഷയുമില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ നമ്മൾ മുന്തിരിങ്ങയും വാങ്ങിച്ചു. പിന്നെ അവിടുന്ന് മുന്തിരി ജ്യൂസും ഒക്കെ വാങ്ങിച്ച് കുടിച്ചു. അങ്ങനെ നമ്മൾ ആ ഒരു മുന്തിരിപ്പാടത്തിൻ്റെ വൈബൊക്കെ ആസ്വദിച്ച് ചില്ല് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഇവിടുന്ന് നേരെ തിരിച്ച് നമ്മൾ തേക്കടിയിലോട്ട് പോയതാണ്. അപ്പോൾ തേക്കടിയിൽ പോയപ്പോഴത്തേക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളെത്തിയപ്പോൾ ലേറ്റ് ആയിപ്പോയി. അവിടെ 4 മണിയായപ്പോഴത്തേക്ക് ബോട്ടിങ്ങും എല്ലാം ക്ലോസ് ആക്കി. അങ്ങനെ പിന്നെ നമ്മൾ എന്തായിരുന്നാലും തേക്കടി എത്തിയതിൻ്റെ പേരിൽ നമ്മൾ തേക്കടിയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ നേരെ വീട്ടിലോട്ട് നമ്മുടെ ട്രിവാൻഡ്രത്തോട്ട് എത്തുകയാണ് ഗൈസ്. അപ്പോൾ ആ വർണ്ണ വഴിക്കുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. നിറച്ച് തേയിലത്തോട്ടവും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടെ ഉണ്ട്, അതും കൂടെ കൊടുക്കുക. ബൈ.